മോള് അന്ന് മുറിയിൽ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ശാരദയുടെ മരണത്തെക്കുറിച്ച് ബാലൻ കുട്ടിമണിയോട് ചോദിക്കുന്നു. ബാലണ്ണ മനസ്സജനുമായി കണ്ടാലും വഴക്കിനൊന്നും പോകരുത്. അണ്ണ, ഞാൻ ഉങ്ക തങ്കച്ചി കെഞ്ചി കേക്കുറേൻ. ശിവയാണ് ഇതിന്റെ പിന്നിലെന്നറിഞ്ഞ ബാലനെ മയിൽ സമാധാനിപ്പിക്കുന്നു. ഇതിന്റെ അപേക്ഷയാണ്. എനിക്ക് ഒരുപാട് വിളമ്പി തന്നിട്ടുള്ള ആളാ വയലൂരിൻ വീട്ടിലെ അമ്മ. ആ അമ്മയുടെ മരണത്തിന് പിന്നിൽ ആരാണെങ്കിലും അതിന്റെ ശിക്ഷ. സ്വന്തം മകനെ പോലെ തന്നെ സ്നേഹിച്ച ശാരദാമ്മയെ കൊന്നവരെ കണ്ടെത്തണമെന്ന് മനസ്സിൽ. നമ്മുടെ അമ്മയെ നമ്മൾ കരുതുന്നത് പോലെ കുട്ടിമണി അല്ല ഇല്ലാതാക്കിയത്. അതിന്റെ പിന്നിൽ വേറെ ആർക്കോ പങ്കുണ്ട്. ശാരദാമ്മയുടെ കൊലപാതകത്തെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് രവിയും മതികലയും ബാലനോട് പറയുന്നു. കുട്ടിമണിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച മതികലയെ കുട്ടിമണി തിരിച്ചടിക്കുന്നു. മഹാദേവൻ കുട്ടിമണിക്കായി കൊണ്ടുവന്ന ഓറഞ്ച് ജലജ നിലത്തെറിയുന്നു. ഇവളെ ഇന്ന് ഞാൻ ഓറഞ്ച് മുഴുവൻ താഴെ പറഞ്ഞത് വേഗം പറക്കി എടുക്കടി. എണീക്കടി. അത് കുട്ടിമണിക്ക് കൊടുക്കടി. നിക്കടി, നീ പോകരുത്. വാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാടി. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? ആ പെണ്ണിന്റെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയപ്പോ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. എടീ, ബുദ്ധിയില്ലാത്ത പാവത്തിന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ച് എടുത്ത് കളഞ്ഞ നിന്റെ കൈ തല്ലി ഒടിക്കാൻ വേണ്ടത്. എന്റെ മര്യാദ കൊണ്ട് ഞാനിത് ചെയ്തില്ല. നിങ്ങൾ എന്തിനാ കണ്ട തെണ്ടികൾക്കൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്? താഴേറ്റ മടലിൽ നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഇതാ പണ്ട് തൊട്ടേ മതിയുടെ പ്രശ്നം. നിങ്ങൾ മറ്റുള്ളവരെ എടുത്ത് തലയിൽ വെക്കും. ഓ എടീ, സ്വാർത്ഥതയ്ക്ക് കയ്യും കാലം വെച്ചവളാ നിന്റെ മോള്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ മനസ്സന്തോഷം കണ്ടെത്തുന്നവനാ ഞാൻ. അതാ വ്യത്യാസം. നിങ്ങളെ തത്വം പറച്ചിൽ നിർത്തി ഉള്ള കാര്യം പറ. തത്വമോ? നിന്നോടോ? പൊട്ടന് മുമ്പിൽ ആരെങ്കിലും ശങ്കൂതോടി? അല്ല, നീ എന്തോ വലിയ ശബ്ദെടുത്തിരിക്കുകയാണെന്ന് കേട്ടു. എന്തോ കുന്തവാ? കുന്തവും വടിയൊക്കെ കയ്യിലിരിക്കട്ടെ. നീ ശാരദാമ്മയുടെ ആത്മാവിനെ പിടിക്കാൻ പോവാണെന്ന് കേട്ടു. അതെ, ഞാൻ പിടിക്കാൻ പോവാ. എന്റെ കൊച്ചിനെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ബാധയെ ഞാൻ കൊല്ലും. ആത്മാവിനെ കൊല്ലാനോ? നീ ആരാടി? ഞാൻ ആരെങ്കിലും ആവട്ടെ, ഇന്ന് രാത്രി കൊണ്ട് ബാധയുടെ ഇടപാട് തീർക്കും ഞാൻ. നിനക്ക് തലക്ക് ഓളമാണടി, അതുകൊണ്ടാ ഈ വട്ടു പറയുന്നത്. ആയിക്കോട്ടെ, എന്റെ കൊച്ചിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാ നീ പോയി ചാവടി. അതായിരിക്കും നിന്റെ മോക്ക് വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. അങ്ങനെ നിങ്ങൾ ഞാൻ സൂചിപ്പിക്കത്തില്ല. ഞാനിപ്പോ വന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ നിൽക്കരുതെന്ന് നിന്നോട് പറയാനാ. എനിക്കാരുടെ ഉപദേശമൊന്നും വേണ്ട. ഉപദേശവും പടിയൊന്നുമല്ല, മുന്നറിയിപ്പാ. സർവനാശത്തിലേക്കാ നിന്റെ പോക്ക്. ശാരദാമ്മ ജീവിച്ചിരുന്നപ്പോ നീ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചതാ. ഇനി ആത്മാവിനെ കൂടി ഉപദ്രവിക്കണോടി. അവരുടെ ആത്മാവുണ്ടോന്ന് ആദ്യം ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. ജലജെ, നീ ആവശ്യമില്ലാത്ത പഠിക്കാ പോകുന്നത്. വേണ്ട. വേണം. ഞാൻ ഇന്ന് ശാരദാമ്മയുടെ മുറിയിൽ കിടക്കും. എനിക്കറിയണം അവര് വരുമോ എന്ന്. നീ ആ മുറി കിടക്കരുത്. ഇവിടുത്തെ പാവങ്ങൾ ശ്രീകോവിൽ പോലെ കാണുന്ന മുറിയാത്. പിന്നെ ശാരദാമ്മ ഭഗവതിയല്ലേ, വിളക്ക് വെച്ച് പൂജിക്കാൻ. ശാരദാ ഭഗവതി. നീ ആ മുറി കിടക്കരുത്. കിടക്കും കിടക്കും കിടക്കും. സർവനാശത്തിന് മണി കെട്ടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നീ എന്തെങ്കിലും ചെയ്യും. അമ്മേ, കൊച്ചേച്ചിയുടെ അച്ഛൻ കൊണ്ടുവന്ന ഓറഞ്ചായിട്ട്. അതെ, കൊച്ചേച്ചിയുടെ അച്ഛക്ക് മാത്രമേ ഇപ്പൊ എന്നോട് സ്നേഹമുള്ളൂ. കൊച്ചേച്ചിക്കും കൊച്ചേച്ചിയുടെ അമ്മയ്ക്കും ഒക്കെ ഇപ്പൊ എന്നോട് ഭയങ്കര ദേഷ്യമാ. ഈ ഓറഞ്ചൊക്കെ തട്ടി തായിട്ടു. പിന്നെ കൊച്ചേച്ചിയുടെ അച്ഛ എല്ലാം ഇടിപ്പിച്ചു. അമ്മ അമ്മ എന്താ ഇപ്പൊ വരാത്ത? അമ്മ ഇപ്പൊ എന്താ മിണ്ടാത്തേ? ഞാനേ ഈ ഓറഞ്ച് എല്ലാം അമ്മച്ചു കൊണ്ടുവന്നാ. ഇന്നാ
ഇന്നമ്മ അമ്മ അമ്മ പോയെന്നും പറഞ്ഞേ കൊച്ചേച്ചൊക്കെ ഭയങ്കര കളിയാക്കലാ. അമ്മയുടെ ശബ്ദം ഇനി വരത്തില്ലെന്നാ പറയുന്ന. ഞങ്ങൾ മുമ്പേ വായിക്കൊണ്ടാക്കി. അമ്മ എന്റെ അമ്മ ഇനി വരത്തില്ലേ? അങ്ങനെയാണ് കുട്ടിയോനെ എങ്ങോട്ടല്ലേ ഇറങ്ങിപ്പോ. എനിച്ചും എന്റെ കുഞ്ഞു എനിച്ചും അമ്മയുടെ ശബ്ദമെങ്കിലും കേൾക്കണം. ഇനി അമ്മയുടെ ശബ്ദം വന്നില്ലെങ്കിൽ സത്യായിട്ടും കുട്ടിയോനെ പോവും. എന്റെ കുഞ്ഞു തന്നെയാണ് സത്യം. പോവും, ഞാൻ പോവും, ഉറപ്പായിട്ടും പോവും. ഞാൻ പോവും. അയ്യോ എന്റെ അമ്മ, എന്റെ അമ്മ വന്ന്. അമ്മേ എന്റെ അപ്പച്ചിയമ്മേ, അതൊന്നും അവിടെ വെക്ക്. കൈക്ക് വേദനയാണ്, നീരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തുണിയായിട്ട് കുസ്തി പിടിക്കാണോ? ഞാൻ ഇതങ്ങ് പിഴിയുക. ഇത് പിഴിയുന്ന സമയത്തെ നമ്മുടെ മതിയല പെണ്ണിനെ മനസ്സിൽ വിചാരിച്ചാ മതി. ഒറ്റ പിഴിച്ചിലിന് മൊത്തം വെള്ളം അങ്ങ് പോവും. അവളതെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് തലകീഴായിട്ട് പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിലോട്ട് മുക്കി, പിന്നെ അതെ ഇങ്ങനെ അങ്ങോട്ട് രണ്ട് കൈയിലോട്ടും പിടിച്ച് പിഴിയണം. പിന്നെ ഒന്ന് കൊടയണം. ദേ എന്നിട്ട് ദാണ്ടേ ഇങ്ങനെ അശയിലോട്ട് ഇങ്ങനെ വിരിച്ചിടണം. എന്നാലേ പഠിക്കത്തുള്ള അഹങ്കാരി. ആ, ഇത് കേക്കണ്ട മതികള കേട്ടോ. കേട്ടാ പിന്നെ അവൾ അടുത്ത അംഗത്തിനൊരുങ്ങും. പിന്നെ അംഗം അവള് പള്ളിവാളും ചെലമ്പും കൊണ്ടിങ്ങോട്ട് വരട്ടെ. എനിക്കറിയാം അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണോന്ന്. പെണ്ണെന്തോന്നാ പുതിയ കോള് ഒപ്പിച്ചോണ്ടാ വരുന്നത്. ഇങ്ങനെ വിളിച്ചു പോവാൻ എന്തോന്നാ ഇത്ര വലിയ അതിശയം? നീ നിന്റെ കുരുത്തക്കേടൊക്കെ നിർത്തിയോ? കുട്ടിമണി മോള് പറ, എന്താ ഇത്ര വലിയ കാര്യം? എന്റെ അമ്മയുടെ ശബ്ദമേ വീണ്ടും വന്നു. എന്താ മോളെ, എന്താ പറഞ്ഞത്? എന്റെ അമ്മയുടെ ശബ്ദം വന്നെന്ന്. ഞാനേ ഇപ്പൊ എനിക്ക് കിട്ടിയ ഓറഞ്ചും കൊണ്ടേ അമ്മയുടെ മുറിയിലോട്ട് പോയായിരുന്നേ. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു ഓറഞ്ച് വേണോന്ന്. അപ്പൊ അമ്മ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അന്നേരം ഞാൻ സങ്കടത്തിൽ നിന്നിട്ട് പറഞ്ഞു, അമ്മയുടെ ശബ്ദം വരാത്തോണ്ട് എന്നെ കൊച്ചേച്ചിയുടെ അമ്മയൊക്കെ എപ്പോഴും കളിയാക്കുന്നുണ്ട്. വല്യേച്ചിയും അപ്പച്ചമ്മയും അമ്മമ്മയിലും ഒക്കെ ഭയങ്കര സങ്കടത്തിലാന്ന്. വന്നില്ലെങ്കിൽ ഞാൻ കുഞ്ഞുമനിയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞു. നീ അങ്ങനെയൊക്കെ പറഞ്ഞോ? പാവം എന്റെ ശാരദയോട്. അങ്ങനെ തന്നെ പറഞ്ഞു. അമ്മ ഒത്തിരി വിഷമിക്കട്ടെ. ഞാനും കുഞ്ഞുമനിയൊക്കെ ഇവിടെ വിഷമിച്ചിരിച്ചല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പേ പെട്ടെന്ന് മോളേന്നൊരു വിളി. പെണ്ണെ, നീ ഉള്ളത് പറ. നീ കേട്ടോ ശബ്ദം? ഞാൻ കേട്ടെന്ന്. വേണമെങ്കിലേ ഞാൻ അപ്പച്ചമ്മയുടെ തലയിൽ. വേണ്ട വേണ്ട വേണ്ട, എന്റെ തലയിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്നാ പണ്ട് നീ എന്റെ തലയിൽ തൊട്ട് കുറെ സത്യം ഇട്ടതാ. അതിന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല. കുട്ടിമണി, എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? അമ്മ എന്നെ മോളേന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞു മനിച്ചും എനിച്ചും കാവലായിട്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ലാന്ന്. എനിക്ക് ഉറപ്പാ ഈ ശബ്ദം കുട്ടിമണി കേട്ടതാ. അമ്മ വന്നതാ. ഇന്നലെ രാത്രി ഞാനും അമ്മയെ സ്വപ്നം കണ്ടു. ഇനി അമ്മ പോകാതെ നോക്കണം. നമ്മുടെ അമ്മ ഇവിടെ നിറഞ്ഞു നിൽക്കണം. ഇനി ആരെന്ത് വിചാരിച്ചാലും അമ്മ ഇവിടുന്ന് പോകരുത്. എന്റെ അമ്മ ഇവിടുന്ന് പോവല്ലേ വല്യേച്ചി. എന്റെ അമ്മയുടെ ശബ്ദം എപ്പോ ഇവിടെ തന്നെ. അപ്പച്ചമ്മേ, എന്റെ അമ്മ ഇവിടുന്ന് പോകാതിരിച്ചാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ മുറിയില് ശാരദയ്ക്ക് വേണ്ടി നമുക്കൊരു വിളക്ക് കത്തിച്ച് വെക്കാം മോളെ. അസ്ഥിത്തറയിൽ അച്യുതന് കത്തിച്ച് വയ്ക്കുന്നത് പോലെ ശാരദയ്ക്ക് ആ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കാം. അപ്പ എന്റെ ശാരദ എങ്ങും പോവാതെ വിളക്കായിട്ട്, വിളക്കിലെ പ്രകാശമായിട്ട് അവിടെ അങ്ങ് നിന്നോളൂ. അതെ, അത് ചെയ്യാ അപ്പച്ചമ്മ. ഒരു വിളക്ക് കത്തിക്കാം. കുട്ടിമണി, മോള് വാ. മോള് വേണം വിളക്ക് കത്തിക്കാൻ.
വാ അപ്പച്ചിയമ്മേ. എന്റെ അമ്മച്ചു വേണ്ടി ഞാൻ വിളക്ക് കത്തിച്ചു. കുട്ടിമണി, ദാ വന്ന്. അപ്പച്ചമ്മ വന്നാൽ ദാ മോള് തന്നെ അമ്മയെ പ്രാർത്ഥിച്ച് ഇതങ്ങോട്ട് വെച്ചു. ഞാൻ വെച്ചാവേ. അയ്യോ വെച്ചു. പെണ്ണെ സൂക്ഷിച്ചേ. എനിക്കറിയാം സൂക്ഷിച്ചാൻ. അല്ലേലും തറുതലയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. നീ പോടി. എടിയെന്നോ നീ മേടിക്കാൻ ചെയ്യുന്നു. കുട്ടിമണി, അങ്ങനെയൊന്നും പറയല്ലേ. ദേ അമ്മ പിണങ്ങി പോവേ. പിണങ്ങി പോവോ? എന്നാ ഞാനൊന്നും പറയത്തില്ല. അമ്മേ, ഞാൻ വിളക്ക് വെക്കാനേ പോവാണേ. കണ്ടാനേ കണ്ട. ശാരദ, എന്റെ ശാരദ, നീ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് വേണ്ടി ഇനി ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നീയും അച്യുതനും കൂടെ ഈ വീട്ടിനെ കാത്തോളണേ ശാരദ. അമ്മയെല്ലാം കാണുന്നുണ്ട് അപ്പച്ചിയമ്മ. അമ്മയ്ക്ക് ഇവിടം വിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. കുട്ടിമണിയും കുഞ്ഞുമണിയും വിട്ടിട്ട് അമ്മ പോവോ? വല്യച്ചയും കുട്ടാപ്പൂനെയും വിട്ട് എന്റെ അമ്മ എവിടെയും പോറ്റില്ല. ഈ മുറിയിൽ ആവശ്യമില്ലാതെ ആരും കേറണ്ട. ആന്നാ പെണ്ണെ, നിന്റെ അമ്മയുടെ ആത്മാവുള്ള മുറിയായത്. ഈ മുറിക്കകത്ത് എപ്പോഴും കേറി ഇറങ്ങേണ്ട കാര്യമില്ല. ശാരദ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഓ, കേറിയാൽ എന്നാണ് കുന്തം. നീ പറയുന്നത് കേക്കടി. ഇല്ല മോളെ കുട്ടിമണി, അമ്മയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന മുറിയെ നമുക്ക് അമ്പലം പോലെയാ. അപ്പോ നമ്മൾ ഈ മുറി എന്നും തൂത്തു തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന്റെ അകത്തിരുന്നേ ഭക്ഷണമൊന്നും കഴിക്കരുത്. അങ്ങനെ ഭക്ഷണം കഴിച്ചാ എന്നാ? കഴിച്ചാൽ നിന്നെ തൊണ്ടേ കൊടുങ്ങും. അല്ല പിന്നെ ചോദിച്ചില്ലല്ലോ മോളെ, നമ്മളെ സംബന്ധിച്ച് ലോകത്തെ ഏത് അമ്പലത്തിനേക്കാളും വലുത് ഇവിടുത്തെ അച്ഛന്റെ അമ്മയുടെ അമ്പലമാ. അത് മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. എന്നാ മോള് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചാവേ. എന്റെ അച്ഛേ, എന്റെ അമ്മേ, എന്റെ ദൈവങ്ങളേ, ഞങ്ങളെ ഒരു പുതിയ അമ്പലം അമ്മയ്ക്ക് വേണ്ടി പണിഞ്ഞേ. ഞങ്ങളെ കാത്തോനേ, ഞങ്ങളെ രക്ഷിച്ചോനേ. അമ്മേ അമ്മേ ശരണയ്യപ്പം. അച്ഛേ അച്ഛേ ശരണയ്യപ്പം. പെണ്ണെ, നീ അറിഞ്ഞോ ശാരദ പിന്നെയും തിരിച്ചു വന്നു? അതെ, കൊച്ചേച്ചല്ലേ പറഞ്ഞേ എന്റെ അമ്മയെ പിച്ചു കെട്ടും പിച്ചു കെട്ടുമെന്ന്. എന്നിട്ട് എന്റെ അമ്മ വന്നല്ലോ അല്ലേ? അങ്ങനെ ആർക്കും നമ്മുടെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടിമണി. അതൊക്കെ ചിലരുടെ മോഹം മാത്രമാ. മോഹമാണോ ശബദമാണോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ല, എന്തായിരുന്നു അവിടെ ഒരു വലിയ അയ്യപ്പൻ വിളക്ക്? അയ്യോ, നീ അത് ഒളിച്ചു നിന്ന് കണ്ടോ? നിനക്ക് അങ്ങോട്ട് കയറി വരാൻ മേലായിരുന്നു. പിന്നെ ഭ്രാന്തിന് മണികിലിക്കാൻ വരൂല്ലേ ഞാൻ? നോക്കിയും കണ്ടുമൊക്കെ വർത്താനം പറവച്ചേ, അല്ലെങ്കിൽ പ്രാന്തിന്റെ ചങ്ങല ചിലപ്പോ കിലിങ്ങിന്ന് വരും. ഓ പിന്നെ നിങ്ങളല്ലേ ചിത്തബ്രഹ്മത്തിന്റെ ഹോൾസെയിൽ ഡീലർ. ഞങ്ങളുടെ അമ്മയുടെ മുറി അമ്പലാക്കി വച്ചേച്ചി വിളക്കും വെച്ചു. അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കുമല്ലോ. അത് ഞങ്ങൾ തിരക്കിക്കൊള്ളാം. നീ നിന്റെ പാട് നോക്കുവേണ്ടേ? ആഹാ, അങ്ങനെ എനിക്ക് എന്റെ പാട് നോക്കി പോവാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഭ്രാന്ത് കണ്ടോണ്ട് നിക്കാനും പറ്റത്തില്ല. അതെ, കലമോൾക്ക് ഇപ്പൊ എന്ത് വേണം? അങ്ങനെ ഒരു കെടാ വിളക്ക് മുറിയിൽ കത്തിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്നാ കാര്യം? നീ പൊടി പൊട്ടി. നീ പൊടി മണ്ടി. കലമോളുടെ പ്രശ്നം പറ. ഒരു മുറിയിൽ എങ്ങനെ വിളക്കും കത്തിച്ചു വെച്ച് ഉറങ്ങുന്നത് അപകടം. എങ്ങാനും തട്ടിമറിഞ്ഞു വീണ വീടിന് തീ പിടിക്കും. മറ്റുള്ളവർക്ക് ഊരുറപ്പിച്ച് ഇവിടെ കിടക്കാൻ പറ്റില്ല. ഇതെന്തൊരു ന്യായം? നിനക്ക് തീ പേടിയാണെങ്കിലേ നീ പോയാ കിണറ്റി ഇറങ്ങി കിടക്കണി. നിങ്ങൾ പോകളവി, നിങ്ങൾ പോയി കിടന്നാ മതി കേട്ടോ. കലമോള് പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ല. ഈ വീടിന് തീ പിടിച്ചാൽ തന്നെ നമ്മൾ എല്ലാരും കൂടെയല്ലേ ചാവുന്നത്. പിന്നെ എന്താ? എനിക്ക് അങ്ങനെ ചാവാൻ സൗകര്യം ഇല്ലെങ്കിലോ നിങ്ങൾ അങ്ങ് ചത്താ മതി. ഓ, നീ പിന്നെ ചിരഞ്ജീവിയാണല്ലോ. എന്നാ ജീവിയാ അപ്പച്ചമ്മേ? ചീരജീവിയോ? ചീരജീവി അല്ല കൊച്ചേ, ചിരഞ്ജീവി, മരണമില്ലാത്തവൾ. ഞാൻ അത് തന്നെയാ. മര്യാദക്ക് ആ മുറിയിലെ വിളക്കെടുത്ത് അണച്ചേ. നീ എന്നാ ചെയ്യും? അതൊന്നും അറിയണമല്ലോ. വിളക്ക് ഞാൻ ഊതിക്കെടുത്തി കുപ്പയിലോട്ട് എടുത്തെറിയും, അത്രേ ഉള്ളൂ. നിന്നെ ഞങ്ങളെടുത്ത് കുപ്പയിലെറിയും. എങ്കിൽ എനിക്കത് കാണണമല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. കലമോളെ, അത് വേണ്ട. ആ മുറി കലമോള് കേറിക്കോ. പക്ഷെ വിളക്കെ തൊട്ടാലോ വിളക്ക് കെടുത്താൻ ശ്രമിച്ചാലോ ഉണ്ടല്ലോ,
കലമോളുടെ കർണടിച്ച് പൊളിക്കും ഞാൻ, കേട്ടല്ലോ? അല്ല പിന്നെ കൂട്ടിനെ കുഞ്ഞുനെ എടി മോളെ, നീ വന്നാലോടനെ ഈ കിങ്ങിനി പാവൻ ഞാൻ നനച്ചു തരും. എന്നിട്ടേ ഈ ഞാനേ ഈ അമ്മേ പുത്തനൊരു പാവയെ മേടിച്ചു. എന്നിട്ട് ആ പുത്തൻ പാവ പഴയതാവുമ്പോ ഞാൻ നനച്ചു തരാട്ടാ. അങ്ങനെ പുതിയ പാവയെ കൊണ്ട് ഞാൻ കളിച്ചു. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കിന്നറിയാവോ? ഓ എന്റെ അമ്മോ, ഞാനേ കുഞ്ഞു വനിച്ചേ ഈ പഴയ കിങ്ങിനി പാവയെ കൊക്കാന്ന് പറയായിരുന്നു. നല്ല ബെസ്റ്റ് അമ്മയാണല്ലോ. മോൾക്ക് പഴയ പാവ. അത് പിന്നെ വല്യേച്ചി, അത് പിന്നെ കുഞ്ഞു വനിച്ച് എന്നാ പുത്തൻ പാവ കൊക്കാത്തെന്ന് അറിയാവോ? ഇല്ല, പറയൂ. അത് പിന്നെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യവാ? അതെ, പിന്നെ അവളെ പഴയ പാവ വെച്ചൊക്കെ കളിച്ച് പഠിച്ചിട്ട് അത് കഴിഞ്ഞ് അവള് നല്ല മിടുക്കി മോളാവുമ്പോ ഞാൻ പുത്തൻ പാവയെ കൊടുക്കും. അത് കൊള്ളാലോ. വലുതാവുമ്പോഴാണോ പാവയും കൊണ്ട് കളിക്കുന്നത്? ഞാൻ വലുതല്ലേ, എന്നിട്ട് ഞാൻ എന്റെ പാവ വെച്ച് കളിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതും ശരിയാ. അത്താവി ഇങ്ങോട്ട് നീക്കിച്ചേ. നീക്കിച്ചേ, ഞാൻ പറയാം വേണ്ടോന്ന്. കുറച്ചും കൂടെ മേവാനുണ്ട്. ഭാഗ്യം, അതെങ്കിലും പഠിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. അപ്പൊ ഞാൻ മിടുക്കിയായില്ലേ വല്യേച്ചി? പിന്നെ മിടുക്കി കുട്ടിയല്ലേ. കുഞ്ഞാനെ, ഓയ് ഞാനേ നല്ല മിരിക്കായെന്നാ വല്യേച്ചി പറയുന്നേ. എടാ കുട്ടാപ്പേ, ഞാൻ നല്ല മിരിക്കായെന്നാ നിന്റെ അമ്മ പറയുന്നേ. ഈ കുഞ്ഞുവാനെയും കുട്ടാപ്പൂനെയും കൂടി ഞാനൊരു പാട്ട് പാടി കേൾപ്പിച്ചേ. ഇതൊരു തന്റെ പറ്റിയുള്ള പാട്ടാണ്. ആരെ പറ്റിയ? പിന്നെ കുഞ്ഞാനി കുട്ടാപ്പൂ നിങ്ങൾ കേട്ടോണം കേട്ടാ. പിന്നെ കേട്ടില്ല എന്ന് പറയരുത്. പച്ച തത്തെ വന്നാട്ടെ, അത്തിമരത്തിൽ ഇരുന്നാട്ടെ, പുത്തരി കൊത്തി തിന്നാട്ടെ, നാട്ടുവിശേഷം ചൊന്നാട്ടെ. പാട് പാട് പാട്, കൂടെ പാടല്ലേ. പച്ച തത്തെ വന്നാട്ടെ, അത്തിമരത്തിൽ ഇരുന്നാട്ടെ, പുത്തരി കൊത്തി തിന്നാട്ടെ, നാട്ടുവിശേഷം ചൊന്നാട്ടെ. സൂപ്പർ. ഒന്നല്ല, രണ്ട്. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ടക്കാ. ഇതിലേടാ വലുത്. ஏய், நான் சொல்றத கேளு. அதுக்கு ரொம்ப டேஞ்சர். ஒன்னும் எடுத்து சாடி பண்ண வேண்டாம். மேட்டர் எவ்வளவு சீரியஸ்ன்னு எனக்கு நல்லா தெரியும். ശത്രുക്കൾ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓരോ നിമിഷവും ഉള്ളെറിഞ്ഞ ഞാൻ നിൽക്കുന്നത്. ഉറക്കത്തിലും കാത് കൂർപ്പിച്ച ഉറങ്ങുന്നത്. എനിക്കറിയാം, നിഴൽ പോലെ അവരുടെ പിന്നിലുണ്ട്. അറിയാമല്ലോ എന്നോട് അപ്പാക്കോ അമ്മാക്കോ എന്താ സംഭവിച്ചെന്ന്. മറക്ക മാട്ടെ. രണ്ടും കൽപ്പിച്ച ഞാനും. എന്റെ അപ്പാവിടെ അമ്മാവിടെ ആത്മാവുണ്ട് എനിക്ക് കാവലായിട്ട്. ഫോൺ വെച്ചോ. ഞാനിവിടെ വീട്ടില, വയലോരം വീട്ടില്. ഞാൻ അപ്പുറം പേசுறேன். அம்மா, அப்பா, நெஞ்சு வலிக்குதப்பா வல்லாது. മോളെ, അക്കാവാ, എന്നക്കാ? എന്തിനാ മോളിവിടെ വന്നൊന്ന് കരഞ്ഞത്? കരഞ്ഞെന്നാ? ഞാനോ?
അക്കാക്ക് തോന്നിയതാ. കള്ളം പറയുന്നു. ഇല്ലക്കാ, സത്യം. ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഈ കണ്ണില് കാണുന്നത് കണ്ണുനീരല്ലേ? ഇല്ലക്കാ, അത് കണ്ണില കൈ കൊണ്ടു. കണ്ണില് കാല് കൊണ്ടു. തിരുട്ടപ്പയല്. സത്യം പറ, എന്തിനാ കരഞ്ഞത്? അപ്പയും അമ്മയും വിളിച്ച് കരയുന്നത് ഞാൻ കേട്ടതല്ലേ? അക്ക, അത് അപ്പാവോ അമ്മാവോ എന്നെ വിട്ടു പോയിട്ട് ഇന്ന് 4 വർഷം തികയുവാ. അവങ്ങളെ പറ്റി നനച്ചപ്പോ മോൾ എന്താ എന്നിട്ട് ഇതേപ്പറ്റി പറയാത്തത്? ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കോവിലുക്ക് ഞാൻ പോകുന്നുണ്ട് കാ. പ്രാർത്ഥിക്കണം. കൊറേ നേരം കോവിലിരിക്കണം. എങ്കിലേ മനസ്സൊന്ന് ശാന്തമാവും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ മോൾക്ക്? പിന്നെന്താ? മോള് വാ, ഞാൻ ചോറെടുക്കാം. ഞാൻ വരേക്ക. ഇത്തിരി നേരം ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോട്ടെ. ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കരയാനല്ലേ? ഇല്ലക്ക, അക്ക ചെല്ല്. ഇല്ല, കരയില്ല ഞാൻ. എന്തും സഹിക്കും, എന്തിനെ നേരിടും. മുമ്പോട്ട് പോകും ഞാൻ. துன்பங்கள் வரிகளும் செய்க துணிவோடு நல்லிச்சம் பலிக்கின்ற கர்மம். എന്ത് പ്രതിസന്ധി വന്നാലും இந்த மயில் கர்மம் ചെയ്തിരിക്കും. ബാലേട്ടാ, ഊണെടുക്കട്ടെ? നീ എവിടെയായിരുന്നു? അതെന്തൊരു ചോദ്യമോ ബാലേട്ടാ? ഞാൻ എവിടെ പോവാൻ? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. മയിലമ്മ നിന്ന് കരയുന്നു. പാവം, അതിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയ ദിവസമായിരുന്നു. ഓ, അച്ഛനും അമ്മയില്ലാത്തവർക്കേ അതിന്റെ സങ്കടം അറിയൂ. ആ ബന്ധത്തെക്കാളും വരത്തില്ല ഒരു കുഞ്ഞിനും ആരുമായിട്ടുള്ള ബന്ധം. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ആ തത്വം ബാധകമാണല്ലോ ബാലേട്ടാ. അല്ല, നിലവിൽ ഈ കുഞ്ഞിന് അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ മക്കളെ വയറ്റി ചുമക്കുമ്പോ അച്ഛൻ മക്കളെ മനസ്സിൽ ചുമക്കുന്നാ. മനസ്സിലുണ്ടായാ മതി. മനസ്സ് കുത്തി തുറന്ന് കാണിക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ എന്റെ മനസ്സാരും ഒരിക്കലും കണ്ടിട്ടില്ല. അതെന്താ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെ പറയണം? എന്റെ മനസ്സ് നീ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി ഞാനിങ്ങനെ വെന്തുനീറി കഴിയില്ലായിരുന്നു. കഴുത്തിൽ സ്വയം മരണക്കുടുക്കിടില്ലായിരുന്നു. എനിക്ക് ബാലേട്ടനോളം വലുതല്ല ഈ ലോകത്തിൽ ആരും, ഒന്നും. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, അത് സത്യവാ. മനഃപൂർവ്വം പറയാത്തതല്ല ബാലേട്ട. ബാലേട്ടന്റെ എല്ലാ സംശയങ്ങൾക്കും ഉടൻ തന്നെ ഉത്തരം കിട്ടും, ഉടൻ തന്നെ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വരുന്നതിന് മുമ്പ് ബാലേട്ടന്റെ മനസ്സിലെ സംശയത്തിന്റെ അവസാന കരടും ഞാൻ ഊതിപ്പറപ്പിച്ചിരിക്കും. എനിക്ക് നിന്നോട് സംശയമില്ല, നിന്റെ സ്വഭാവശുദ്ധിയിലും സംശയമില്ല. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ പാടില്ല എന്ന നിർബന്ധമുണ്ട്. ഒരു വീടിന്റെ അസ്ഥിവാരം ഇളകാതിരിക്കാൻ വേണ്ടി ഒരു തീ കടൽ തന്നെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിന്റെ മനസ്സ് പൊള്ളരുതെന്ന ഒറ്റ നിർബന്ധം കൊണ്ടാ അവരാ തീ അത്രയും ഒറ്റയ്ക്കുള്ളിൽ കൊണ്ട് നടക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ എരിഞ്ഞു തീരുന്നതിന് മുമ്പെങ്കിലും നീ അത് പറഞ്ഞാ മതി. അതിനുശേഷം നീ പറഞ്ഞാ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ബാലേട്ട, പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താന്നറിയത്തില്ല, മനസ്സിന് മൊത്തത്തിലൊരു മരവിപ്പാ. ജീവന്റെ ചൂട് പോയാൽ പിന്നെ മരവിക്കുമല്ലോ അല്ലേ? അമ്മയെ സ്വപ്നം കണ്ടു കഴിഞ്ഞ ദിവസം. അമ്മ ഇവിടെ ഉണ്ട് ബാലേട്ട, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. കുട്ടിമണി കണ്ടു. അമ്മ കിടന്ന മുറിയിൽ ഒരു വിളക്ക് എത്തിച്ചു വെക്കാൻ അപ്പച്ചിയമ്മ പറഞ്ഞു. ഞാനത് ചെയ്തു. ഓ, അതിന്റെ പേരിലായിരുന്നോ രാവിലെ മതികലയുമായിട്ട് യുദ്ധം? അവൾക്ക് ആ വിളക്ക് ഊതിക്കെടുത്തണോന്ന്, പല്ലടിച്ച് തെറിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പരമാവധി വഴക്കില്ലാതെ പോവാൻ നോക്ക് സീതേ. പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ ബാലേട്ട, കുടുംബത്തിലത് തീരുവോ?
ബാലേട്ടൻ പറ്റുമെങ്കിൽ രവിയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ നോക്ക്. ഇങ്ങനെ അടിമയെപ്പോലെ ജീവിക്കാതിരിക്കാൻ പറ. ആ, ഈയിടെയായിട്ട് ഇത്തിരി ഉശിരൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പച്ചിയമ്മ പറഞ്ഞത്. മയിലിന്റെ ഉപദേശമാണെന്ന്. നന്നായാ മതിയായിരുന്നു. അമ്മ ഇപ്പം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്നെ അവനെ ഓർത്താ. ഊണെടുക്കട്ടെ ബാലേട്ടാ? ഉം. ഓ, വേണോന്ന് പറഞ്ഞല്ലോ. തീയിലും തോരനും ഉണ്ട്. 2 പപ്പടം കൂടെ വറക്കട്ടെ? വേണ്ട, ഉള്ളത് മതി. അമ്മേ, അമ്മേ, ഞാൻ എന്ത് ചെയ്യണം? ഇന്ദു എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയി. സീത എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. സീതയുടെ വയറ്റിലെ കുഞ്ഞ് ഒരു നൊമ്പരമായി എന്റെ മനസ്സിൽ കിടന്ന് പെടയുന്നു. സീത ഒരു മോശം പെണ്ണാണെന്ന് ചിന്തിക്കാൻ എനിക്കാവുന്നില്ല. എല്ലാം മറന്ന് അവളെയും കുഞ്ഞിനെയും ജീവിതത്തോട് ചേർക്കാൻ നോക്കുമ്പോ തീക്കനൽ പോലെ ചില ചിന്തകൾ മനസ്സിൽ വന്ന് വീഴുന്നു. ഞാൻ ആ തീയിൽ വീണ്ടും വീണ്ടും വെന്തു നീറുന്നു. കുഞ്ഞിനെ സംബന്ധിച്ചുള്ള സീതയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും ഞാൻ പതറിപ്പോവാ. അമ്മേ, അമ്മ പറ, ഏതാ ശരി, ഏതാ തെറ്റ്? എന്റെ അമ്മ പറയേ, ഒന്ന് പറഞ്ഞു താ. പണ്ടുറക്കം വരാതിരുന്നപ്പോഴൊക്കെ അമ്മയുടെ മടിയിൽ ഞാൻ തലവച്ച് കിടന്നിട്ടില്ലേ? എനിക്കിത്തിരി സ്വസ്ഥത താമേ. എല്ലാം മറന്ന് ഒരുറക്കം എനിക്ക് താമേ. അമ്മേ, ഈശ്വര, എന്റെ അമ്മ, എന്റെ അമ്മ. ബാലേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ചോറ് വിളമ്പി വെച്ചിട്ട് ഞാൻ ഈ വീട് മുഴുവൻ തിരക്കി ബാലേട്ടന്. എന്താ ബാലേട്ട, എന്തു പറ്റി? അമ്മ, 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 അമ്മ ഇവിടെ ഇപ്പൊ വന്നതുപോലെ തോന്നി. എന്നെ വിളിച്ചതുപോലെ, എന്നോട് ചിലത് പറഞ്ഞതുപോലെ. എന്റെ ഈശ്വര. നീ ഒന്ന് മുറിയിലോട്ട് വാ. അപ്പൊ ഊണ്? നിന്നോട് മുറിയിലോട്ട് വരാനല്ലേ പറഞ്ഞത്? ബാലേട്ട, എന്താ ബാലേട്ട? നിന്നെ ഞാൻ ഒരുപാട് നോവിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടല്ലേ?
ബാലേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചത് സത്യമല്ലേ? പറയൂ. എനിക്കറിയില്ല ബാലേട്ട. ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജനിച്ചപ്പോഴേ ദൈവം എന്റെ തലയിൽ കോറിയതാ. കല്ലിൽ കൊത്തിയത് മറയ്ക്കാം, തലയിൽ കൊത്തിയത് മറയ്ക്കാൻ പറ്റില്ലെന്നല്ലേ? മനസ്സിൽ തെറച്ച മുള്ള് ഊരാൻ പറ്റില്ലെന്നുണ്ട്. കരളിൽ പതിച്ച സ്നേഹം മായ്ക്കാൻ പറ്റത്തില്ലെന്നോ? അതും ശരിയാ. സ്നേഹിക്കുന്നവർ നോയിക്കുമ്പോഴല്ലേ വേദന മറക്കാത്തതും മായാത്തതും. എനിക്ക് ജീവിക്കണം തോന്നുക ഇപ്പോ. കുറെ ചെയ്തു തീർക്കാനുണ്ടെന്നൊരു തോന്നൽ. ആഗ്രഹിക്കാതിരുന്ന വേദനിക്കാതിരിക്കാന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ബാലനൊന്നുകൂടി ജീവിതം ആഗ്രഹിച്ചു തുടങ്ങുക. ആ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവണമെന്നാണോ ബാലേട്ട? അതോ ആ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു പോണമെന്നാണോ? നിന്നാൽ എന്നും ഉണ്ടാവണം. ബാലനെ കോടി പുതുപ്പിച്ച് തെക്കോട്ടെടുത്തിട്ടേ നീ ഇനി വയലോരം വീടിന്റെ പടി കിടക്കാവൂ. ബാലേട്ടൻ സത്യമാണോ ഈ പറഞ്ഞത്? അപ്പോ ഇന്ദു അതിനെന്തുത്തരം? ഇന്ദുവിനെ മറന്നിട്ടില്ല. ഞാനായിട്ട് ഉപേക്ഷിച്ചതല്ലോ. പഴയൊരു ഭ്രമത്തിന്റെ പേരിൽ ഇന്ദുവിന് പറ്റിയൊരു തെറ്റ് ഇന്ദു തിരുത്തിയിരിക്കുന്നു. എന്റെ തെറ്റുകൾ ഞാനും തിരുത്തി തുടങ്ങുക. ഞാൻ കൂടെ ഉണ്ടാവും എന്റെ കുഞ്ഞ്. നിനക്ക് മാത്രമായിട്ടൊരു കുഞ്ഞുണ്ടോ? സീതയ്ക്ക് ബാലന്റേതല്ലാത്തൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുമോ? ബാലേട്ട, ഈ മനസ്സിലാണല്ലോ ദൈവമേ ഞാൻ നോവിച്ചത്. എനിക്ക് ഇനി നിന്നോട് ഞാൻ ഒന്നും ചോദിക്കത്തില്ല. ഒരു രഹസ്യത്തിന്റെ കുരുക്കഴിക്കാൻ ഞാൻ വരത്തുമില്ല. നിനക്ക് പറയാൻ തോന്നുന്ന കാലത്ത് നീ പറ. മുൻപേ പറഞ്ഞതുപോലെ കേൾക്കാൻ ഞാൻ ഉണ്ടെങ്കിൽ കേൾക്കാം. ജീവിച്ചു നോക്കാം. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ബാലന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നക്ഷത്രങ്ങളൊന്നും കാണത്തില്ല. ഉള്ളത് നിലാവിന്റെ പൊടിയും മിന്നാമിനുങ്ങുകളും ഒക്കെ ആയിരിക്കും. ആ വെട്ടത്തിൽ അങ്ങ് ജീവിക്കാവിടെ. ഏയ് കരയല്ലേ. നീ പോയി ചോറെടുത്തോണ്ട് വാ. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ ഇരുന്നോ? ആ, ഇന്ന് ഇവിടെ ഇരുന്ന് മതി. നിക്ക്, കണ്ണു തുടച്ചിട്ട് പോ. ഇരിക്ക്. ഇരിക്ക്. നീ മോനും ആദ്യം കഴിക്കും.
എന്റെ കുട്ടു, ഞാൻ നിന്നോടൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചാടി തുള്ളി നടക്കരുതെന്ന്. നിന്റെ വയറ്റിലെ ഒരു കുഞ്ഞാവയുണ്ട്, അതറിയാവോ? വയറ്റി കുഞ്ഞാവ കിടക്കുന്നേനെ ഞാൻ എന്നാ വേണം? എപ്പോഴും കൈയും നീട്ടി കാലും നീട്ടി ശ്വാസവും പിടിച്ച് കണ്ണു അച്ചു പിന്നെ ആരെ വെക്കണോ? നിന്നോടൊരു കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നീ ഒരു 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ 100 കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ ഒരു കാര്യമല്ലേ പറഞ്ഞത്. ഞാനൊരു ഭയങ്കര കാര്യം സന്തോഷമായിട്ട് പറയാൻ വരുമ്പോ മനുഷ്യനെ വെറുതെ ദേഷ്യം വെപ്പിച്ചില്ലേട്ടാ. ഇനിയിപ്പൊ ശമാരം ഒന്നുമില്ല. ഞാനിപ്പോ ഭയങ്കര ചട്ടമ്പിയാണെന്നുള്ള വിവരമൊക്കെ മനുഷ്യൻ അറിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് നേരത്തെ പിടിച്ച് എല്ലാരും ഞാൻ ഇനി തല്ലട്ടേ ഉള്ളൂ. മനുഷ്യനും കിട്ടും. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പറഞ്ഞേക്കാം. അത് ശരി, കളിച്ച് കളിച്ചപ്പോ എന്നോടായല്ലടി കളി. പിത്തലനെ ഭവിച്ചെന്നല്ലേ ഓതിരനും കടകനും മധുകടകനും പിന്നെ കടകനും കുറ്റുമണി കടകനും കുഞ്ഞുമണി കടകനും പിത്തള കടകനും അല്ല ചാടിക്കടകനാ. കൊള്ളാം കൊള്ളാടി, പിച്ചള ആള് കൊള്ളാം. പിച്ചള എല്ലാം പഠിപ്പിക്കും, ഇടി മൊത്തം എനിക്കും അല്ലേ? മനുഷ്യനല്ലേ പത്രാവ്. അപ്പോ ഭാര്യയ്ക്ക് ഇടിച്ചാനുള്ള ആളാണ് പത്രാവ്. അതെന്തായാലും പുതിയൊരു അറിവാണ്. ഭാര്യയ്ക്ക് ഇടിക്കാൻ വേണ്ടിയുള്ള ആളാണ് ഭർത്താവ്. നന്നായിടി, നന്നായി. എടി, ലോകത്തുള്ള എല്ലാ ഭാര്യമാരുടെയും ഉള്ളിൽ ഈ ആഗ്രഹമുണ്ട്. നീ അത് തുറന്നു പറഞ്ഞു. കൈകൊട്. ശരിക്കും കഴിയാന്നാണാ? പിന്നല്ലാതെ. ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ നിന്നെ അഭിനന്ദിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ആ കൈകൊട്. എന്നാ പിന്നെ എന്നെ അനുബന്ധിക്കുക. അനുബന്ധിക്കുകയല്ല, അഭിനന്ദിക്കുക. അഭിനന്ദിക്കുക. മനുഷ്യൻ എന്തെങ്കിലും ചെയ്യും. ഇന്നാ പിടിച്ച് കുലുക്ക് കൈ. അതെ, ഇനി കാര്യം പറ. എന്തുവായിരുന്നു ഇത്ര വലിയ സന്തോഷ വാർത്ത? അതേ, വല്യച്ഛനോട് പറയുവാണേ, വല്യത്തിന് വല്യച്ചോര് ഇപ്പൊ പണ്ടത്തെ പോലെ ഭയങ്കര സ്നേഹാന്ന്. ആണോ? ആണെന്നേ. വല്യച്ചിയെ സന്തോഷം കൊണ്ട് അങ്ങ് കരഞ്ഞോയി. കുടുകുടാന്നേ. കുടുകുടാന്ന് കരഞ്ഞു? മനുഷ്യ, നീനി മേടിച്ചും കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു കാര്യം പറയുമ്പം അതിന്റെ ഏതേ കേട് വരണം പറയല്ലോ കേട്ടാ. കുടുകുടുകുടുകുടുകുടാന്നങ്ങ് കണ്ണീരൊഴുകിന്നേ. ഓ, ഇത്രയും നീളത്തില് കുടുകുടുകുടാന്ന് പറയണ്ട. പറയണം. ഒത്തിരി കണ്ണീരുണ്ടായിരുന്നു. അതാണ് കുടുകുടുകുടുകുടുകുടുകുടാന്ന് നീളത്തിൽ പറഞ്ഞത്. അപ്പൊ വല്യച്ചി പറയുവാ, വല്യത്തിന് വല്യച്ചിയും പണ്ടത്തെ പോലെ ഒന്നിച്ച് ജീവിച്ചാൻ പോവാന്ന്. കുട്ടാപ്പൂനെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടാപ്പൂന് ചോറൊക്കെ കൊത്തുന്നു. കുട്ടാപ്പൂന് ചോറ് കൊടുത്തു? എടി, അതിന് കുഞ്ഞ് ജനിച്ചില്ലല്ലോ, എന്നിട്ടല്ലേ ചോറ് കൊടുക്കുന്നത്? അയ്യോ, ഇടിക്കണ്ട, നീ പറഞ്ഞോ. കുട്ടാപ്പൂന് ചോറ് കൊടുത്തു. ഈ എന്റെ ഈ കിടക്കുന്ന കുഞ്ഞു മണിച്ച് ഞാൻ ചോറ് കൊടുക്കുന്നത് കുഞ്ഞുമണി ഉണ്ടായിട്ടാണ് അല്ലല്ലോ. അങ്ങനെ സീതയുടെ ബാലേട്ടൻ ചോറ് വാരി കൊടുത്തു അല്ലേ? കുഞ്ഞിന് വേണ്ടി അല്ലേ? ഇപ്പഴാണ് മനസ്സിലായത്. അതെ, പിന്നെ മനുഷ്യ എഞ്ചിന് മനുഷ്യൻ ചോറ് വാരിട്ടാണ്. അപ്പൊ ഞാനും കുഞ്ഞുമണിയും കൂടി അങ്ങ് കഴിച്ചാണ്. എന്റെ കുട്ടുവിനെ മനസ്സിജൻ ചോറ് ഓരോരോ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ തരും. ഗുരുവായൂർ അമ്പലത്തില് ആനയോട്ട് നടത്തുന്നത് പോലെ കുട്ടിമണിയുടെ വലിയ വായിലേക്ക് വലിയ ഉരുള. അയ്യോ അയ്യോ, ഒന്നുമില്ലേ, ഞാൻ സ്നേഹത്തോടെ പറഞ്ഞതാണേ. സ്നേഹത്തോടാണേ കുഴപ്പമില്ല. എന്നാ പിന്നെ മനുഷ്യ, ഞാൻ പോയി ചോരത്തോണ്ട് വട്ടെ. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. സൂക്ഷിച്ചൊക്കെ എണീക്കണം. എങ്ങനെ പിടിച്ചോ? എങ്ങനെ? ഈ കൈ ഇവിടെ, അപ്പുറത്തെ കൈ അവിടെ. എങ്ങനെ? അയ്യോ, ആടത് പോ, പയ്യെ പോ. സൂക്ഷിച്ച്. മതി മതി. ഇടി, എന്റെ ദൈവമേ, ഇവളുടെ ഒരു കാര്യം. വക്കീലണ്ണ, അണ്ണേ எப்படி இருக்கீங்க? சௌக்கியமா? നാളെയാണ് നമ്മ പ്രോപ്പർട്ടി പേരിലുള്ള കേസ്. ചിലപ്പോ മൈലമ്മ നേരിട്ട് ഹാജരായി മൊഴി കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടും. ഞാൻ നേരിട്ട് വരണമാ? കോടതി കാര്യമല്ലേ, വരികയാണെങ്കിൽ സൂക്ഷിച്ചു വരണം. കാരണം നമ്മുടെ ശത്രുക്കൾ അത്ര അലട്ടാ. எனக்கு தெரியும் அண்ணே, நான் பாத்துக்கிறேன். சரி, அப்புறம் பேசுறேன். நான் டிரைவிங்ல இருக்கேன். ശരി.
ഹലോ സാർ. ആ ഇപ്പൊ ഇവിടുന്ന് പാസ് ചെയ്തതേ ഉള്ളൂ. ശരി ശരി, ഓക്കെ, കേറാ. പോടാ. സ്റ്റോപ്പ്, വണ്ടി നിർത്താ. മോളെ, உன்னோட കാര്യത്തില് நாங்க കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുക. മോളെ പർച്ചേസ് പண்றதுக்கு വന്നതാ இந்த மாமமார். எடுங்கடா. இதுல சைன் போட்டு தரான் தலைவர் சொல்லியாச்சு. சைனா? பார்க்கலாம். சைன் இல்ல, பகரம் தலைவரோட எக்ஸ்பைரி டேட் ஆச்சுன்னு இந்த மயில சொன்னேன்னு போய் சொல்லுங்க. നീ എന്നെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഡെസ്പാച്ച് ചെയ്തതാ. തള്ളു. എന്തായാലും എനിക്ക് സന്തോഷമായി പെണ്ണെ. നിന്റെയും ബാലന്റെ ഇടയിൽ ആ പഴയ സ്നേഹം തിരിച്ചു വന്നല്ലോ. എല്ലാം ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം. ഇവിടെ അച്യുതന് വിളക്ക് വയ്ക്കുന്നതിന്റെ കൂടെ എന്നും നമ്മുടെ ശാരദയ്ക്കും മുറിയിൽ വിളക്ക് വയ്ക്കണം. ഞാൻ വിളക്ക് കത്തിച്ചോളാം എന്റെ അമ്മച്ച. വേണ്ട വേണ്ട, ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ട. വെറുതെ വീട് കത്തിക്കാൻ. ഞാൻ കത്തിച്ചു. കുട്ടിമണി വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ദേ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കത്തിക്കാം. പക്ഷേങ്കിലേ എനിക്കൊരു പേര്. എന്നതാ പെണ്ണെ? കൊച്ചേച്ചി നമ്മുടെ ഈ വിളക്ക് കെടുത്തുവോന്ന്. അവളും കെടുത്തത്തില്ല, അവളെ അമ്മയും കെടുത്തത്തില്ല. അല്ല പിന്നെ അതന്നെ. കൊച്ചേച്ചി പറ്റി പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഓർത്തെ. ഞാനേ കൊച്ചേച്ചിയുടെ അമ്മയെ പറ്റി ഒരു പാട്ട് പാടത്തെ. പെണ്ണ് അടുത്ത വഴക്കിനുള്ള കോളൊപ്പിക്കുക. കേട്ടെ. പാട്ടിന്റെ പേര് കൊച്ചേച്ചിയുടെ അമ്മ. നിങ്ങൾക്കായിട്ട് അതവരിപ്പിച്ചിരുന്നത് കുട്ടിമണിയും കുഞ്ഞുമണിയും. പെണ്ണങ്ങ് പുരോഗമിച്ചു പോയല്ലോ. ഞാന് കൊറേ അങ്ങ് പുമോകരിച്ചു. പിന്നെ അങ്ങോട്ട് കേട്ടെ. തവല കുരുങ്കാലി കൊച്ചുകാലി ചന്തമില്ലാത്തൊരു കൊരവയരി. കുഞ്ഞിക്കലം പോലെ കവല് രണ്ടും തണ്ണീർ കുടം പോലെ പള്ളയുണ്ട്. ആർത്ത തലയുമായി ക്രോങ്കറോൻ ചൊല്ലുമ്പോ കാഴ്ചക്ക് പെണ്ണെ ഭൂതം പോലെ, കാഴ്ചക്ക് പെണ്ണെ ഭൂതം പോലെ, കാഴ്ചക്ക് പെണ്ണെ ഭൂതം പോലെ. അയ്യോ, എന്നെ കളിയാക്കിയിട്ട് പാട്ടുപാടി രസിക്കുകയാണല്ലേ എല്ലാവരും. അവള് കൊച്ചല്ലേ, അവളെന്തെങ്കിലും പാടിയാൽ നമ്മളത് തമാശയായിട്ട് എടുത്താൽ മതിയല്ലോ. നിങ്ങളെ പറ്റി പാടിച്ച് സൂചിച്ചാ മതി, എന്നെ കുറിച്ച് പാടണ്ട. പെണ്ണെ, നീ കൂടുതൽ കളിച്ചാലുണ്ടല്ലോ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്റെ കുട്ടിമണി അങ്ങനെയൊന്നും പറയല്ലേ. നീ പോടി, നീയാ ഇവളെ വളം വെച്ച് വഷളാക്കുന്നത്. എന്റെ കൊച്ചിനെ ഉപദ്രവിക്കുന്ന പിശാചിന് വിളക്ക് കൊളുത്തി വെച്ച് ആരാധന നടത്താൻ തീരുമാനിച്ചു നീയൊക്കെ അല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മ പിശാചല്ല, ദൈവവാ. എനിക്കും എന്റെ മോൾക്കും അത് പിശാച് തന്നെയാ. ആ മുറിയിലെ വിളക്ക് ഊതിക്കെടുത്തിയാൽ എന്റെ പെങ്കുച്ചിനെ തല്ലൂന്ന് നീ പറഞ്ഞു.
തോന്നിയാസം കാണിച്ചാൽ ചിലപ്പോ വല്ലതും കിട്ടിയെന്ന് വരും. ആഹാ, എന്നാൽ അതൊന്നും അറിയണം. പിശാചിനെ പിടിക്കാൻ വന്ന പ്രൊഫസറെ നീയൊക്കെ തല്ലി ഓടിച്ചു. ഇനിയും ഓടിച്ചും കണ്ടോ? ഇന്ന് ഞാൻ ആ പിശാചിനെ പിടിക്കാൻ അവരുടെ മുറിയിൽ കിടക്കാൻ പോവാ. ഇത് ഇന്നാളും പറഞ്ഞതല്ലേ? ഇന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ പോവാ. എന്റെ കൊച്ചിനെ കൂടി നീയൊക്കെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ആ ബാധയെ പിടിച്ചിട്ട് തന്നെ കാര്യം.